ഇന്നത്തെ ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 21 മുതൽ 23 വരെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ആദ്യം മർക്കോസ് 5-ന്റെ 21 മുതൽ വായിക്കാം. യേശുവിന്റെ ശുശ്രൂഷയുടെ ഭയങ്കര പീക്ക് ടൈമാണ്. എതിർദേശത്ത് ബോട്ടിൽ അക്കരയ്ക്ക് പോയി അവിടെ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് റെസ്റ്റ് ഇല്ലാതെ തിരിഞ്ഞ് ഇക്കരയ്ക്ക് വന്ന് അദ്ദേഹം വീണ്ടും അടുത്ത് എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാമെന്ന് ചിന്തിച്ചു പോകുമ്പോൾ വഴിമറ്റിയെ ഈ പള്ളിപ്രമാണിയായ മനുഷ്യൻ ഓടി വന്നിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. സ്തോത്രം. അതിനകത്ത് വല്ല അതിശോക്തി ഉണ്ടോ? യേശുവിന്റെ കാൽക്കൽ വീണു. ആരാ വീണെന്നറിയാമോ? യഹൂദൻ. യഹൂദൻ ഒരു മനുഷ്യന്റെ മുന്നിൽ മുട്ടുമടക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നു. ലോകത്ത് ഒന്നിന്റെ മുന്നിൽ യഹൂദൻ മുട്ടുമടക്കത്തില്ല. അന്നും മടക്കത്തില്ല, ഇന്നും മടക്കത്തില്ല. ഇനി ആരങ്ങ് അമേരിക്കയല്ല ആര് കൺട്രോൾ ചെയ്താലും യഹൂദൻ മുട്ടുമടക്കത്തില്ല. അവൻ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നു. യേശു കർത്താവ് ഉടൻ തന്നെ അത്രയും ക്ഷീണിച്ച് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്ന യേശു കർത്താവ് ഉടൻ തന്നെ അവന്റെ കുഞ്ഞിന്റെ കാര്യം കേട്ടപ്പോൾ യേശു ഉടൻ യാത്ര തിരിച്ചതിന്റെ കാര്യം എന്നറിയാമോ? ഇവനു മനസ്സിലായി ഞാൻ ആരാന്ന്. ഇവനു മനസ്സിലായി. അവന് മനസ്സിലായി ഇതാരാണെന്ന്. നമുക്ക് മനസ്സിലായോ? നമ്മൾ സേവിക്കുന്ന ദൈവമാണെന്ന് നമുക്കറിയാമോ? നമുക്കെന്തോ അറിയാം. നമുക്കറിയാം പനി മാറ്റുന്നവൻ. എന്റെ കടം മാറ്റി, എന്റെ കൊച്ചിന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വിവാഹം നടന്നു. എനിക്ക് വീടില്ലായിരുന്നു, വീട് കിട്ടി. ഇതല്ലേ നമ്മുടെ കർത്താവ്. നമ്മുടെ യേശുവിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? സ്തോത്രം. യേശു കർത്താവ് ചലിക്കണമെങ്കിൽ യഥാർത്ഥമായി അറിയേണ്ട പോലെ അറിയണം. സ്തോത്രം. അറിയേണ്ട പോലെ അറിയുന്നവന്റെ മുന്നിൽ മുട്ടുമടക്കണം. എന്തേലും കിട്ടാൻ വേണ്ടി മുട്ടുമടക്കണ്ട. എന്തായാലും മേടിച്ചതിന് വേണ്ടി മുട്ടുമടക്കണ്ട. നിനക്ക് വീട് കിട്ടിയത് കണ്ടോണ്ട് നീ ചുള്ളിച്ചാടണ്ട. അവൻ ആരെന്ന് മനസ്സിലാക്കി അവന്റെ മുന്നിൽ മുട്ടുമടക്കണം. സ്തോത്രം. അവിടെയാണ് ദൈവം സന്തോഷിച്ചത്. ഹല്ലേലൂയ. യായിറോസിന്റെ ആ മുട്ടുമടങ്ങി വീണത് കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി ഇവൻ ആരാന്ന്. ഞാൻ ആരാന്ന് ഇവന് മനസ്സിലായി. അതുവരെ കർത്താവ് കണ്ടത് മുതൽ അശുദ്ധാത്മാക്കള് വിളിച്ചു പറയും, അയ്യോ ദൈവപുത്രനെ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുള്ളത്. കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് പോലും അറിയത്തില്ല പുള്ളി ആരാ. സ്തോത്രം. ഇവരൊന്നിച്ചിങ്ങനെ പോകുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്തോ പറയുന്നു. അതെ, ചില ആൾക്കാർ ഏലിയാവെന്ന് പറയുന്നു, ചില ആൾക്കാർ യോഹന്നാന്റെ ആത്മാവ് വന്നാന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ ഗുരുവാന്നും പ്രവാചകനാന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇച്ചിരി സൗമ്യമായ ഭാഷയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. പറയാത്ത ചില കാര്യമുണ്ട്. യേശുവിനെ കുറിച്ച് പലരും പറയുന്നേ അവൻ ഭ്രാന്തനാണ്, ദൈവദൂഷണം പറയുന്നവനാണ്, ഇവന് വട്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതോടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവൻ അവർക്കുള്ള റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഉടൻ തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? സ്തോത്രം. ആ ചോദ്യം അവർ പ്രതീക്ഷിച്ചില്ല. ആ ചോദ്യത്തിൽ വിറച്ചുപോയി. 11 പേര് വിറച്ചു നിൽക്കുമ്പോൾ ഒരുവൻ ആത്മനിയോഗത്തോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണ്. നമ്മുടെ കർത്താവാരെന്നറിയാമോ? ദൈവത്തിന്റെ പുത്രൻ. ഈ ദൈവത്തിന്റെ പുത്രൻ എവിടെ വസിക്കുന്നത്? അവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. കരിമ്പലയിലാണ്.
അതോ കുമ്പനാട്ടാണോ, മുളക്കടയിലാണോ, നീ മലബാറിലാണോ, മലയാളത്തിലാണോ? യേശു വസിക്കുന്നത് ഇവിടെ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നിന്റെ അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ നീ എന്തോത്തിനെയാ പേടിക്കുന്നേ? നീ എന്തോ ആഭിചാരത്തെയാ പേടിക്കുന്നേ? നീ ഏത് മന്ത്രവാദത്തെ പേടിക്കുന്നേ? 1000 മന്ത്രവാദികൾ ഒന്നിച്ചത് മന്ത്രം ചൊല്ലട്ടെ, നിനക്കൊന്നും ഏക്കത്തില്ല. നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ആര് വസിക്കുന്ന മന്ദിരം? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന, ദൈവത്തിന്റെ പുത്രൻ വസിക്കുന്ന മന്ദിരമാണ്. സ്തോത്രം. 2000 വർഷം മുമ്പ് ഉണ്ടായതല്ല യേശു. അതാണ് അവരുടെ ചിന്ത. രണ്ടാമത്തെ അവരുടെ കമന്റ്, കരയുന്ന, ചിരിക്കുന്ന, വേദനിക്കുന്ന യേശു ദൈവമാണോ? അവരുടെ ചോദ്യമാണ്. യേശു ആരല്ല? നിങ്ങളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യേശു ആരാ? ഹല്ലേലൂയ. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് 2000 വർഷം മുമ്പ് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവം. കാലങ്ങൾക്കും കാലഘട്ടങ്ങൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സകലത്തിന്റെയും അതീതമായ, ആദ്യവും അവസാനമില്ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ആദിയിൽ ദൈവം. ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവത്തെ അല്ല, അത് ഓർത്തോണം. എല്ലാവരും വിചാരം ഉൽപ്പത്തിയിൽ ആ ദൈവം ഉണ്ടായെന്ന്. അല്ല, ഉൽപ്പത്തിയിൽ ദൈവത്തിന്റെ മനോമുഖത്തിൽ ഉണ്ടായ ഒരു വലിയ സ്വപ്നം ദൈവം സാക്ഷാത്കരിച്ചത്. അല്ല, ദൈവം ഉണ്ടായ ചരിത്രമല്ലത്. ദൈവം അനാഥിയാണ്. യുഗങ്ങൾ കൊണ്ടോ കാലഘട്ടങ്ങൾ കൊണ്ടോ ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ യേശുവാരാണ്? പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ ഈ ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഈ ലോകത്തിൽ മറിയുടെ ഉദരത്തിൽ കൂടെ പുറത്തു വന്ന സർവശക്തനായ ദൈവം. സ്തോത്രം. യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണ്. ഈ ലോകത്തിലേക്ക് മനുഷ്യവേഷം എടുത്തു വന്ന ഒരു മനുഷ്യവേഷം എടുത്ത മനുഷ്യൻ ചിരിക്കും, മനുഷ്യവേഷം എടുത്ത മനുഷ്യൻ കരയും, മനുഷ്യവേഷം എടുത്ത മനുഷ്യൻ വിശക്കും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ പാപത്തിന്റെ ഭാരം വഹിക്കാൻ, വേദന താങ്ങാൻ വന്നിരിക്കുക. ദൈവത്വത്തിൽ താങ്ങിക്കഴിഞ്ഞാൽ വിലയില്ല, മനുഷ്യത്വത്തിൽ താങ്ങണം. മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് സകല മനുഷ്യന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ആ കാൽവരി ക്രൂശിൽ യാഗമായി കിടന്നപ്പോൾ പൈശാച മണ്ഡലത്തിന് മനസ്സിലായി, തോറ്റു, ഇപ്പോൾ ഞാൻ തകരും, എന്റെ തലയെ ചവിട്ടി തകർക്കും. എന്ത് തീരുമാനത്തിലേക്ക് വന്നപ്പോൾ അവൻ അവസാനത്തിൽ അടിവെടുത്തു. ആരാന്നറിയാമോ? പൈശാച മണ്ഡലം. എങ്ങനെങ്കിലും യേശുവിനെ ക്രൂശിൽ കിടക്കണം, അത് നടക്കാൻ പാടില്ല. കാൽവരി ക്രൂശ് നടക്കരുത്. ചോദ്യം എന്നറിയാമോ? നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ആ ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഒരു മനുഷ്യന്റെ പിതൃത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്ത ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട്, എന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് എന്റെ അപ്പന്റെ പേര് പറഞ്ഞ് ചോദിക്കുക, നീ ജേക്കബ് സാമുവലിന്റെ മകനാണെങ്കിൽ ഇറങ്ങി വാടാ എന്തോ പറഞ്ഞാൽ തളർന്നു കിടക്കുന്ന ഞാൻ എന്ന് പറയാൻ എഴുന്നേക്കാൻ പറ്റത്തില്ലെങ്കിലും വലിഞ്ഞു തൂങ്ങിയാൽ സിറ്റ് ഔട്ടിൽ വന്നിട്ട് പറയും, എടാ എടാ പോടാ ഓ എന്ന് പറയും. എന്നറിയാമോ? ജേക്കബ് സാമുവലിന്റെ മകനായിരുന്നു. ഈ ചോദ്യമാണ് കാൽവറിയിൽ പിശാച് അവസാനം കൊടുത്തു വിട്ടു. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഇറങ്ങി വാ. കർത്താവ് ഇറങ്ങി വന്നാലേ ഇന്ന് സുവിശേഷം പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷേ ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ്, ഫോഴ്സിങ്ങിന്റെ മാർഗമല്ല. അവിടെ നടക്കുന്നത് പ്രായശ്ചിത്ത യാഗമാണ്. പിശാചിനറിയാം അവരെ തലയത്താക്കുന്ന സംഭവം നടക്കുന്നെന്ന് അവനറിയാം. അത് നടക്കാതിരിക്കാൻ അവൻ പല പണിയും നോക്കി, പക്ഷെ അതവിടെ നടന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ് കൺവേർഷനിൽ പ്രസംഗിക്കുന്നത്, അല്ലേ? പക്ഷേ അതിനേക്കാളും എനിക്കിഷ്ടം ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട പ്രസംഗത്തെ പ്രസംഗിക്കുന്നു. അതിനേക്കാൾ ഉപരി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു പുനരുത്ഥാനത്തിന്റെ ശക്തി
ഇന്ന് നമ്മളിൽ വ്യാപരിക്കുന്നു. അതാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ പവർ. മരിച്ചടക്കപ്പെട്ട ഒരു മാർബിൾ ഫലകത്തിനകത്ത് ജനനവും മരണവും എഴുതി വെച്ചിരിക്കുന്ന ഒരു നേതാവിനെ പ്രസംഗിക്കാൻ എന്നെ കിട്ടത്തില്ല. പലസ്തീനിലെ കല്ലറയുണ്ട്, ആ കല്ലറ തുറന്നു കിടക്കുക. സകല നേതാക്കന്മാരുടെ കല്ലറ അടച്ച് മാർബിൾ വെച്ച് അടച്ച് പൂർത്തി അതിന്റെ മണ്ടക്ക് ജനനവും മരണവും എഴുതി വെച്ചിരിക്കുമ്പോൾ പലസ്തീനിലെ കല്ലറ തുറന്നു കിടക്കുന്നു. അതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. ഈ യേശുവിനെ നമ്മൾ സേവിക്കുന്നത്. പിന്നെന്തിനാ ഭയപ്പെടുന്നത്? പിന്നെന്തിനാ ഭാരപ്പെടുന്നത്? ഈ കർത്താവ് നമ്മൾ വസിക്കുമല്ലേ, നമ്മുടെ അകത്ത് വസിക്കുകയല്ലേ. പിന്നെന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? പെന്തക്കോസ്തുകാരെ പോലെ പ്രായമുള്ള ആ ഒറ്റ കൂട്ടം ഞാൻ കണ്ടില്ല ഉള്ളതായിരുന്നു. ഭയങ്കര അന്യഭാഷ ക്രൈസ്തവം രാത്രി സ്വപ്നമൊക്കെയാണ്. പക്ഷെ ഇത്രയും ഭയം ഒരാളെ വിളിച്ചു പറയാം. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി ശവപ്പെട്ടി കണ്ടു. പ്രത്യേകം പ്രാർത്ഥിക്കണം. ശവപ്പെട്ടി ഞാൻ പറഞ്ഞ അച്ഛാ അമ്മമ്മ ശവപ്പെട്ടി കണ്ടെങ്കിൽ എന്താ കുഴപ്പം? ആ ശവപ്പെട്ടി കണ്ടെങ്കിൽ രാവിലെ എടുത്ത് പറയും, എടാ 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 വിശാലെ, ഞാൻ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാ, ഞാൻ മരിക്കുന്നത് കർത്താവിനുണ്ട്, നീ പോയി പണി നോക്കണം എന്ന് പറയണം. നിന്നെ ശവപ്പെട്ടി കാണിച്ച് പേടിപ്പിക്കാമെന്ന് അവൻ അറിയാം. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. കർത്താവ് ഈ ലോകത്തിൽ വന്ന് കാണിച്ചത് മുഴുവൻ നമ്മള് ചെയ്യാൻ വേണ്ടിയാ. അതിനാണ് ഈ ആത്മാവിനെ നമുക്ക് പകർന്നിരിക്കുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നത് എന്തുവാ? കൈകൊട്ടു, അന്യഭാഷ വീട്ടിൽ പോകും. പരിശുദ്ധാത്മാവിനെ നമ്മളെ എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ ആത്മാവിനെ അത്യന്ത ശക്തി നമുക്ക് തന്നിരിക്കുന്നത് കർത്താവ് ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തോ അതൊക്കെ നമ്മളെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമയം മുന്നോട്ട് പോകുന്നുണ്ട്. ആ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. അവന് മനസ്സിലായി യേശു ആരാണ്. യേശു അവന്റെ കൂടെ പോകാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. സത്യം പറഞ്ഞാൽ അത് ഇന്ന് പറയാൻ എനിക്ക് സമയമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഞാൻ ഒന്ന് ഓടിച്ചു പറയാം. സ്തോത്രം. ഈ നടക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഒരു സഹോദരി വന്ന് തൊട്ടു. ആ സഹോദരിക്ക് ഷോക്ക് അടിച്ചു. സ്തോത്രം. നിങ്ങൾക്ക് ആർക്കും ഷോക്ക് അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഈ കരണ്ടിന് ഷോക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാണ് ഷോക്ക് അടിച്ചിട്ടുണ്ടോ? ആ അടി കിട്ടും. എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. ഒന്ന് കിട്ടിയത് പറയാം. നിങ്ങൾക്കറിയാം, ഞങ്ങൾ കുടുംബമായിട്ട് ദുബൈയിൽ ഒരു ബിസിനസ്സിലായിരുന്നു. 16 വർഷം ബിസിനസ് ചെയ്ത ആൾക്കാർ. ദൈവത്തെ വെല്ലുവിളിച്ച് ചേർന്ന ജീവിതം, ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജീവിതം. വല്യപ്പച്ചൻ, പപ്പ, ദൈവദാസന്മാർ അവരെപ്പോഴും പറയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പപ്പ പറയും, മോനെ എടാ നീ ദൈവത്തിന്റെ വചനം എടുക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം. അന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു, എന്നെ നിങ്ങൾ നോക്കരുത്, വേണമെങ്കിൽ എൻ്റെ ഏറ്റവും ഇളയത് അനിയനുണ്ട്, അവനെ നോക്കിക്കോണം, എന്നെ വിട്ടേക്കാൻ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ച് ദുബൈയിൽ ബിസിനസ് ദൈവത്തെ കളിപ്പിച്ച് നടക്കുന്ന ജീവിതം. ദൈവമായിട്ട് ഒരു ബന്ധമില്ല, വ്യക്തിപരമായ ഒരു ബന്ധമില്ല. ഈ വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ ഒരു കാര്യമില്ല, ചുമ്മാ പേരിന് പോകാതെ ഉള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം ദൈവത്തിന്റെ പിടിക്കുന്നു. ഞങ്ങളുടെ ബിസിനസ് ദൈവം അടിച്ച് തകർത്ത് എഴുന്നേക്കാൻ വയ്യുന്ന രീതിയായി. അവിടുന്ന് ജയിലിൽ അടച്ചു. ആ ജയിലിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ടും ദൈവീയ പദ്ധതിയിലേക്ക് തിരിയാൻ മടിച്ചതുകൊണ്ട് ദൈവം എൻ്റെ കാലിൽ തൊട്ടു. ദൈവം എൻ്റെ കാല് രണ്ടായിട്ട് ഒടിച്ച് തിരിച്ചു കളഞ്ഞു. സ്തോത്രം. വീൽ ചെയറിലായി. 2 സൈഡ് ടൈറ്റാനിയം പ്ലേറ്റും 14 സ്ക്രൂ ഇപ്പുറത്ത് 14 സ്ക്രൂ ഇപ്പുറത്ത് നോക്കിയിട്ട് ഫിറ്റ് ചെയ്തു. നല്ല ഫിക്സിങ് ആയിരുന്നു. വീൽ ചെയറെ പിടിച്ചിരുത്തി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഡോക്ടർമാർക്ക് ഇതിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഞാനാണ് നിന്നെ തൊട്ടത്. ദൈവം തൊട്ടാൽ ആർക്ക് സൗഖ്യമാക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ ചോദിച്ചു, കർത്താവ് എനിക്ക് നടക്കണം, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വൈഫ് വീൽ ചെയർ തള്ളിക്കൊണ്ട് പോയാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്.
എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, എൻ്റെ കാൽ നീര് വെക്കുകയാണ്, കാല് ജോയിന്റ് ആയിട്ടില്ല, തലയെ കുത്താൻ പറ്റത്തില്ല, സ്പർശന ശക്തിയില്ല. ഡോക്ടർമാർ ചെയ്തതെല്ലാം ഫെയിലായി പോയി. ഞാൻ രാത്രിയിൽ നിലവിളിച്ച് കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ഈ വചനം എടുക്കണം, നിന്റെ ജന്മസ്ഥലത്തെത്തണം. എവിടാ എൻ്റെ ജന്മസ്ഥലം എന്നറിയാമോ? ചെന്നിത്തലയാണ്. എൻ്റെ ജന്മസ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. 2016 ആ ദൈവശബ്ദം ഏറ്റെടുത്തു. കർത്താവേ, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവളുമായി ആ ദേശത്തോട് വഴി പറഞ്ഞു. വീൽ ചെയറിൽ എയർപോർട്ടിൽ തള്ളിക്കൊണ്ടുവന്ന് എയർപോർട്ടിൽ ലിഫ്റ്റ് വഴി ഫ്ലൈറ്റിനകത്ത് കയറ്റി തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി 4 മണിക്കൂർ യാത്ര ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ കാലൊക്കെ 2 കാലിന് വലിപ്പമായി. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. അത് ഈ മുറിക്കകത്ത് വെച്ചല്ല, പബ്ലിക്ക് ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഏകദേശം 1000-ഓളം മെമ്പേഴ്സ് ഉണ്ട് തിരുവല്ലയിൽ. ആ ചർച്ചിന്റെ സ്റ്റേജിൽ വെച്ച കർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നത്. ദൈവദാസന്മാർ സഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നടന്നില്ല. പക്ഷേ അതാ ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത് 2 പേർ ക്രച്ചസ് ഉപയോഗിച്ച് ഹെൽപ്പ് ചെയ്ത് ചേർക്കൊണ്ടിരുത്താൻ പോവുകയാണ്. എൻ്റെ കാലിന് സ്പർശന ശക്തിയില്ല, കാലിന് ഭയങ്കര വേദനയാണ്, നടക്കാൻ പറ്റാത്ത വേദനയാണ്. ദൈവദാസന്മാർ സഭയിൽ പ്രാർത്ഥിച്ചു, പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. 2 സ്റ്റെപ്പ് വെച്ചപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, ക്രച്ചസ് മാറ്റി നടക്കുക. ദൈവമക്കളെ, അത് പറയുമ്പോഴും എൻ്റെ കാലിൽ ഒരു ഫീലിംഗും ഇല്ല. വേദന ഫീൽ ചെയ്യുന്നുണ്ട്, അതേപോലെ ഇരിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചെയ്തു. ഡോക്ടർമാർ എഴുതിയ വിധി തള്ളിക്കളഞ്ഞു. ഡോക്ടർമാർ എഴുതിയ വിധി എന്നറിയാമോ? ഈ കാല് നിലത്ത് കുത്തി 1 കിലോ വെയിറ്റിന്റെ കാലിൽ ചെന്നാൽ സ്ക്രൂ പൊട്ടിപ്പോകും, കാല് മുറിച്ചു കളയേണ്ടി വരും. അതാണ് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിച്ചു. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ വാക്കിൽ ഞാൻ വിശ്വസിച്ച് 98 കിലോ ബോഡി വെയിറ്റ് കാലിൽ കൊടുത്ത നിമിഷം എൻ്റെ ശരീരത്തിലേക്ക് ഷോക്ക് അടിക്കുന്ന ഒരു ശക്തി വ്യാപരിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഞാൻ 1000-ഓളം ആൾക്കാരുടെ മുന്നിൽ ക്രച്ചസ് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദൈവമക്കളെ, ഇത് പഴങ്കഥയല്ല, പുരാണ കഥയല്ല. എന്റെ ലൈഫിൽ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിയെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, വിശ്വസിക്കുന്നവர்கள் വ്യാപരിക്കുന്ന ദൈവശക്തി. നീ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ നിന്റെ മുന്നിൽ കൂടെ ഓടുന്ന മഹാപർവ്വതങ്ങൾ മാറിപ്പോകും, സമുദ്രങ്ങൾ വഴിമാറും. 114-ാം സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്. സ്തോത്രം. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് നടന്നു വരുമ്പോൾ അവരുടെ മുന്നിൽ പർവ്വതങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി, അവരുടെ മുന്നിൽ സമുദ്രങ്ങൾ വഴിമാറാൻ തുടങ്ങി. എന്താ കാര്യം എന്നറിയാമോ? മോശെ കണ്ടിട്ടല്ല, മോശയിലും വലിയവൻ നിന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആരാന്നറിയാമോ? സകലത്തിന്റെ ഉടയവൻ. നിന്റെ മുന്നിൽ നിൽക്കുന്ന പർവ്വത സമാനമായ വിഷയങ്ങൾ മാറിപ്പോകും. എങ്ങനെ മാറും? നീ കൽപ്പിച്ചാൽ മാറും, നീ പറഞ്ഞാൽ മാറും. നമുക്കെല്ലാം വിശ്വാസം ഭയങ്കരമാണ്. നമ്മുടെ പേര് വിശ്വാസില്ല, പക്ഷെ പറയത്തില്ല. വിശ്വാസം പറയത്തില്ല, വിശ്വാസം പറയണം, വിശ്വാസം പ്രഖ്യാപിക്കണം. ഇവിടെ യേശു കർത്താവിന്റെ അടുക്ക വന്നിട്ട് ആ സഹോദരി നോക്കിക്കോണേ, ആ സഹോദരി അവിടെ വന്ന് തൊട്ടു. ഓൺ ദ സ്പോട്ടിൽ സഹോദരി ശക്തി വ്യാപരിച്ചു, സൗഖ്യമായി. ഇതിന്റെ ഇടയ്ക്ക് നടന്ന സംഭവമാണ്. അതിനുശേഷം യേശു മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നു. എന്താ പറഞ്ഞെന്നറിയാമോ? അത് ഞാൻ പറയാം. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറയാം, ഇച്ചിരി പണി ഇച്ചിരി കൂടുതലാണ്, ഫിക്സ് വന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ. അതുകൊണ്ട് ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട സമയമൊക്കെ മിക്കവാറും മരിച്ചു പോകും. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്കൊരു ഇതൊക്കെ. ഇവിടെ വന്ന് പറഞ്ഞു തരാം, കുഞ്ഞു മരിച്ചുപോയി, കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞ മാനുഷിക ബുദ്ധിയിലുള്ള കംപ്ലീറ്റ് പരിപാടി അവസാനിച്ചു. അടുത്തതാണ് വിശ്വാസത്തിന്റെ വാക്ക്. യേശു ആ വാക്ക് കാര്യമാക്കാതെ എന്താ സിസ്റ്റർ പറഞ്ഞേ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യണം. 3 കാര്യം പറഞ്ഞു.
ഒന്ന്, ആ വാക്ക് യേശു കാര്യമാക്കിയില്ല. ഏത് വാക്ക്? കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ വാക്ക് ആ യേശു. എന്റെ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും നട്ടല്ല ഒരു കാര്യം കർത്താവ് പറയുന്നത്, ആ വാക്ക് യേശു കാര്യമാക്കിയില്ല. എന്തെങ്കിലും നടക്കണോ, ഒന്നാമത് റിജക്ട് ചെയ്യണം. നാക്ക് കൊണ്ട് റിജക്ട് ചെയ്യണം, പ്രവർത്തി കൊണ്ട് റിജക്ട് ചെയ്യണം. എന്തുവാ റിജക്ട് ചെയ്യേണ്ടത്? നിന്റെ മുന്നിൽ കാണുന്നതിന് റിജക്ട് ചെയ്യണം. ഒറ്റ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോവാണ്. നിങ്ങൾ റിജക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കാൻ പോവാ. നിങ്ങൾ റിജക്ട് ചെയ്യണം. എങ്ങനെ റിജക്ട് ചെയ്യണം? യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. എന്റെ ഭാഷ പനി കൂടിയ കാര്യമോ ഒക്കെയാണ് പിന്നെ നമുക്ക് സഹിക്കാം. മരിച്ചു പോകുന്നത് പിന്നെ എന്തോ കാര്യം വന്നിരിക്കും. അവസാന സമയമല്ല, കഴിഞ്ഞു. ഇനി നമുക്ക് മൂക്കി പഞ്ചു വെക്കാം, കാല് കൂട്ടി കെട്ടാം, കുഴി പൊതിയാം, കൊണ്ട കുഴിച്ചിടാം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴും ഓർത്തോളം, യേശു എന്തെല്ലാം ചെയ്തോ അത് നമ്മൾ ചെയ്യണം. യേശു എന്തെല്ലാം ചെയ്തോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. സ്തോത്രം. എന്താ? യേശുവിൽ വ്യാപരിച്ച ആത്മാവ് നമ്മളിൽ വ്യാപരിക്കും. യേശു ആ വാക്ക് കാര്യമാക്കാതെ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. ഏത് കാര്യം ഓർത്തോളം, നിന്റെ ജീവിതത്തിൽ വരുന്ന ഏതൊരു വിഷയവും നീ കാര്യമാക്കിയാൽ അടുത്ത പരിപാടി പിശാചിനെ ഭയത്തിനകത്തോട്ട് കൊണ്ടുപോകും. മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ഇവിടെ ഒരു വേദന പെട്ടെന്ന് ഈ സൈലാണ്. ആ വേദന വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ആദ്യം ചെയ്യുന്നത്, നമുക്ക് പരിചയമുള്ള നേഴ്സുമാരെ വിളിക്കും. ഇനി ഡോക്ടർമാരെ വിളിക്കും. വിളിച്ചിട്ട് ചോദിക്കും, മോനെ മോളെ, എൻ്റെ ആ വലതുവശത്തായിട്ടൊരു വേദന, അത് എത്ര 2-3 ദിവസമായി, ഞാനിങ്ങനെ പെയിൻ കില്ലറൊക്കെ കഴിച്ചു, മാറുന്നില്ല. അമ്മ അതിങ്ങനെ ആ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്, രണ്ടിടത്തും ഉണ്ട്. കിഡ്നി പോയി. ഒരു കാര്യം ചെയ്യും, എത്ര പെട്ടെന്ന് TMMലോ അല്ലെങ്കിൽ പുഷ്പജിലോ കൊണ്ടുപോയി നോക്കിക്കോ, എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. നോക്കിക്കേ, നീ ഒരു വിഷയത്തെ കാര്യമാക്കിയപ്പോൾ തന്നെ ഭയത്തിന്റെ ആത്മാവ് നിന്നെ കയറി, വിശ്വാസം ചോരും. സ്തോത്രം. യേശു മാത്രമല്ല, നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചോ, ഈ സെയിം സംഭവം കാണാം. നോക്കിക്കോ, മോശ മുന്നിൽ വരുന്ന വിഷയത്തെ കാര്യമാക്കിയില്ല, തീർന്നില്ല. അബ്രഹാം മുന്നിൽ വന്ന വിഷയത്തെ കാര്യമാക്കിയില്ല. മുന്നോട്ട് വീണ്ടും വരാം. ദാനിയേൽ സിംഹത്തിന്റെ കുഴിയെ കാര്യമാക്കിയില്ല. ചന്ദ്രൻ 7 മടങ്ങ് തീരം നിൽക്കുമ്പോൾ അവർ അതിനെ കാര്യമാക്കിയില്ല. എന്ത് സംഭവിച്ചോ? തീയുടെ ബലം കെട്ടുപോയി, സിംഹത്തിന്റെ വായനയിൽ അടച്ചു കളഞ്ഞു. മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ മാറിപ്പോയി, സമുദ്രം വഴിമാറി. എന്തുകൊണ്ടെന്നറിയാമോ? മുന്നിൽ വന്ന വിഷയത്തെ കാര്യമാക്കിയില്ല. ഈ തിയറി നമ്മുടെ അകത്ത് കയറിയ രക്ഷപ്പെടും. നിന്റെ വാ കൊണ്ട് പറയണം, ചെയ്യണം. പുതിയ നിയമത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. ഒരാളെ കാണിക്കുക, കപ്പൽ ചേതകം തകർന്ന് തരിപ്പടമായി, പലക തൂങ്ങിക്കിടക്കുക. പുള്ളി പറയാ, പേടിക്കണ്ട, ഒരൊറ്റ എണ്ണവും ചാവത്തില്ല. എന്താ കാര്യം അറിയാമോ? ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം എന്നോട് പറഞ്ഞു, ഒരെണ്ണത്തിന് ഒരു ദോഷവും വരത്തില്ല, അവൻ പ്രശ്നങ്ങളെ കാര്യമാക്കിയില്ല. അടുത്ത ഘട്ടമാണ്, അവന്റെ കയ്യെ വന്നിട്ട് പൊളവം കൊത്തി. ആണോ? ചേരയാണോ മരിച്ചത്? അണലി. പാമ്പുകളിൽ രണ്ടാമത്തെ വിഷമുള്ള പാമ്പ്, ഒന്നാമത്തെ കിങ് കോബ്ര, രണ്ടാമത്തെ അണലി. ഈ അണലി ഒന്ന് കൊത്തിക്കഴിഞ്ഞാൽ, അണലി കൊത്തി ആളെ അറിയാം, തിരിക്കുന്നു. മരിച്ചു പോകണ്ട, മൺമറഞ്ഞു പോകണ്ട. ഈ ദൈവദാസൻ ഇവിടെ ഇരിക്കുന്നത് ആ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ബ്ലഡ് ഛർദിച്ച് മേശ കൊണ്ടൊന്ന് കിടത്തി. ഞങ്ങളെല്ലാം ആലാമറയിട്ട് കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ് എവിടെ കൊണ്ടെന്നറിയാമോ? വേപ്പിളക്കുറ്റിയിൽ
എല്ലാം കഴിക്കും. പക്ഷേ ദൈവം ബാക്കി വെച്ച് എന്തിനെന്നറിയാമോ? ഇങ്ങനെ ഇരിക്കാനാ, വചനവുമായി നിൽക്കാനാ. ദൈവത്തിന്റെ കോളിംഗ് നിന്റെ മേലുണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? അണലിയല്ല, നീ പാണ്ടിലോട് കേറിയപ്പോൾ നീ സാവത്തില്ല. അത് ദൈവം നിന്നെ കാണിക്കും. ഈ അണലിയാണ് പൗലോസിനെ കൊത്തി തൂങ്ങി കിടക്കുക. നിങ്ങൾ പാമ്പുകളുടെ ചരിത്രം പഠിക്കണം. ഏതെങ്കിലും ഒരു പാമ്പ് കയ്യിൽ തൂങ്ങിക്കിടക്കുമോ? ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ഒറ്റ പാമ്പേ ഉള്ളൂ. ഒരു ജീവിയെ കടിച്ചാൽ അത് ചാവുന്നതിനെ വരെ പിടിച്ചോണ്ടിരിക്കും. ചത്തു കഴിഞ്ഞ പിടികൊടുക്കും. അതാണ് കിങ് കോബ്ര. അത് പൂച്ച, എലിയോ പട്ടിയോ ഒക്കെ പിടിച്ചാൽ അത് ചത്തന്റെ മാത്രമേ പിടികൊടുക്കുള്ളൂ. പക്ഷെ മനുഷ്യനെ പിടിക്കുമ്പോൾ അത് വിടുന്നതല്ല, നമ്മൾ വിടിയിക്കുന്ന ആളുടെ വിട്ടുമാറുന്നത്. അല്ലെ, അത് വിടത്തില്ല. നമ്മുടെ ശരീരത്തിന് ചൂട് പോയതിനു ശേഷം പിടികൊടുക്കും. അണലി അങ്ങനല്ല. അണലെ കൊത്തി വിഷപന്തിയും അപ്പഴേ മാറും. സർപ്പം അങ്ങനെയാണ്, കൊത്തും മാറും. മറ്റെല്ലാ പാമ്പും അങ്ങനെയാണ്. ഈ കിങ് കോബ്ര മാത്രമേ പിടിച്ചു കിടക്കുള്ളൂ. ഇവിടെ പൗലോസിൽ എന്തുകൊണ്ടാണ് ഈ അണലി തൂങ്ങി കിടക്കുന്നത്? ബൈബിൾ എടുത്തോണ്ട് നിങ്ങൾ ചോദിക്കും, തൂങ്ങി കിടക്കുന്ന കാര്യമുണ്ടല്ലോ. ആ പുള്ളിക്കാരൻ വിഷം പമ്പ് ചെയ്തിട്ട് കേറുന്നില്ല. ആരുടെ ദേഹത്തോട്ട്? ആരുടെ ദേഹത്തോട്ട്? എടാ, നീ റോമിൽ നിൽക്കുമെന്ന് നിനക്കൊരു വാർത്ത തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പെട്ടിയിലാക്കാൻ പറ്റുന്ന ശക്തിയില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവൻ പമ്പ് ചെയ്ത് നോക്കിട്ട് വിഷം പമ്പ് ചെയ്ത് കേറുന്നില്ല. പുള്ളിയെ തീയിലോട്ട് കുറഞ്ഞു വന്നു. കൂടെ നിൽക്കുന്ന ആൾക്കാർ പേടിച്ചു പോയി. പക്ഷെ കൊത്തുകൊണ്ട് പൗലോസിന് ഒരു പേടിയില്ല. ഭയപ്പെട്ട ആ പിടി മുറുക്കും. ഓർത്തോണം, നീ എന്തിനെ ഭയപ്പെടുന്നോ നിന്നെ കൊണ്ടുപോകും. എന്തിനാ നീ ഭയപ്പെടുന്നോ അതിനെ കൊണ്ടുപോകും. ഇന്ന് നിന്റെ ഭയം റിജക്ട് ചെയ്യണം. എങ്ങനെ റിജക്ട് ചെയ്യും? തള്ളിക്കളയണം. നാവ് കൊണ്ട് എങ്ങനെ തള്ളണം? ഞാൻ യേശുവിന്റെ വകയാണ്, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. എന്നെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഒരു രോഗബന്ധനത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു പൈസയുടെ ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. നാമത്തിന്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുക. നിന്റെ തലമുറ കെട്ടപ്പെട്ട് കിടക്കാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി ദൈവസ്ഥാനത്ത് വ്യാപരിക്കുക. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയെ ബുദ്ധിയെ കെട്ടിയിരിക്കുന്ന അവന്റെ ബ്രെയിനകത്തോട്ട് ദൈവസ്ഥാനത്തെ വ്യാപരിക്കുക. രോഗം വിട്ട് ബന്ധിച്ചിട്ട് ഹോസ്പിറ്റലിൽ മാറി, ഡോക്ടർമാർ മാറി, രോഗം മാറുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ആ ഇന്ന് രാത്രി വേരോടെ പറയുക, വേരോടെ പറയുക. പറയണം. എന്തു പറയണം? മുന്നിൽ കാണുന്നതിനെ അവിശ്വസിച്ചിട്ട് പറയണം. സ്തോത്രം. യേശു കാര്യമാക്കാതെ അങ്ങോട്ട് ചെന്നു. എങ്ങോട്ടാ പോകുന്നറിയാമോ? മരണ വീട്ടിലോട്ടാവേ. സ്തോത്രം. മരണ വീട്ടിൽ ചെന്നിട്ട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം കേൾക്കണേ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒരു മരണ വീട്ടിൽ വന്നിട്ട് പറയുക, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. ഇവിടേക്കുള്ള ഭാഷമാരും പറയത്തില്ല, ഞങ്ങളാരും പറയത്തില്ല. ഞങ്ങളൊക്കെ എന്താ പറയുന്നത് അറിയാമോ? അങ്ങോട്ട് ചെന്നിട്ട് നല്ലൊരു അനുശോചനം പറയും. ആ അച്ചാനെ ജീവിതത്തെ കണ്ടില്ല, അന്നായിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. എന്നാലും നമ്മൾ പറയും, നല്ല ദൈവഭക്തനായ ഒരു മനുഷ്യൻ, നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പൊക്കുവാണെങ്കിൽ ഒരു ബൊക്ക, ഒരു റീത്ത് മേടിച്ചുകൊണ്ട് വെക്കും. നമ്മളിതേ ചെയ്യത്തുള്ളൂ. യേശു ആ വാക്ക് കാര്യമാക്കാതെ റീത്തും മേടിച്ചോണ്ടല്ല പോയത്. ഇപ്പൊ പിടികിട്ടിയോ? യേശു ആ വാക്ക് കാര്യമാക്കാതെ അതിന്റെ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്തു. ഒന്നുകൂടെ പറയാം, യേശു ആ വാക്ക് കാര്യമാക്കാതെ
മുന്നോട്ട് നടന്ന് അവിടുത്തെ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്തു. ഒന്നാമത്തെ ബ്രേക്കിംഗ് എന്നറിയാമോ? കരച്ചിലും ആരവാരവും. എന്തിനാ? വിഡിത്തമാ ചോദ്യം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവരും അവനെ പരിഹസിച്ചു. നിന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് ലോക ജാതികൾക്ക് പരിഹാസമായിരിക്കും. നിന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വീട്ടുകാർക്ക് പരിഹാസമായിരിക്കും. അല്ലേ? പരിഹാസമല്ലായിരുന്നു? പരിഹാസമായിരുന്നു. ഒരു പൊട്ടനായവൻ അങ്ങനൊക്കെ വലിയ വലിയ മധുവായ ഒട്ടത്തോ മെത്രാൻ തിരിക്കുമ്പോ നിനക്ക് നാളെ ബന്ധുക്കൂസുകാരെ തുള്ളാൻ പോകാൻ എന്ന് ചോദിക്കും. സ്തോത്രം. മോശത്തോ അവരോ അവനെ പരിഹസിച്ചു. എന്താ കാര്യം? ഏറ്റവും വലിയൊരു വിഡ്ഢിത്തോടെ പറഞ്ഞു. മരിച്ച വീട്ടിൽ പിന്നെ കരയല്ലാതെ ചിരിക്കുവാണ് വേണ്ടത്. മരിച്ച വീട്ടിൽ പിന്നെ കരയല്ലാതെ ചിരിക്കുകയാണോ വേണ്ടത്? അന്ന് റെന്റിലൊക്കെ വിളിച്ച് കരയിപ്പിക്കുമായിരുന്നു. നിർത്താൻ പറഞ്ഞു, നിർത്തുന്നില്ല, വീണ്ടും കരയുക. ഇറങ്ങി പുറത്തു പോകും. എല്ലാത്തിനും പുറത്താക്കി എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ഈ മനുഷ്യൻ വട്ട, ഇവനെന്താ ഉരുവ. നമ്മൾ എത്ര പേരെ കണ്ടിട്ടുണ്ട്. മോശം നിൽക്കില്ലേ, അബ്രഹാം നബിയില്ലേ, ഇതെന്തോ ഉരുവായത്. ഒരു കരയാൻ പോലും സമ്മതിക്കാത്ത മനുഷ്യൻ എന്തോ ഗുരുവായത് എന്ന് പറഞ്ഞിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അടുത്ത ബണ്ടിൽ വിടുക. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്താ ദൈവമേ, ഈ മനുഷ്യനെന്തോ പൊട്ടന, മൂക്കി മഞ്ഞ് വെച്ച് കാട് കെട്ടി കിടക്കുന്ന, തുണി പൊതിഞ്ഞു കിടക്കുന്ന ഈ കൊച്ചിനെ നോക്കിട്ട് പറയുക മരിച്ചിട്ടില്ലെന്ന്. ഇവനെന്തോ അസുഖമുണ്ട്, ചുമ്മാല ഭ്രാന്തനെ വിളിച്ചേ. എന്താ കാര്യം അറിയാമോ? എന്തുവാ വിശ്വാസ ഡെഫിനിഷൻ? എന്തുവാ വിശ്വാസ ഡെഫിനിഷൻ? എന്തുവാ? ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി ഒരുക്കുന്ന കാര്യത്തെ കുറിച്ച് അവർ പറഞ്ഞ കാര്യമില്ല, ശരിയാണ്. പക്ഷെ വിശ്വാസ ഡെഫിനിഷൻ, നീ കാണുന്നതിനെ അവിശ്വസിക്കണം, കാണാത്തവരെ വിശ്വസിക്കണം. എന്തുവാ കാണുന്നത്? കൊച്ചു മരിച്ചു കിടക്കുന്ന കാണുന്നത്. പക്ഷെ യേശു കാണുന്നത് കൊച്ചു മരിച്ചു കിടക്കുന്നതല്ല. യേശു ഓടി നടക്കുന്ന കൊച്ചിനെയാ കാണുന്നത്, പാല് കുടിക്കുന്ന കൊച്ചിനെയാ കാണുന്നത്. അതാ പറഞ്ഞത്, അവൾ ഉറങ്ങുകയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണണം. അവിടെ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്, അവിടെ ദൈവത്തെ വെളിപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് ദൈവാനെ വിളിച്ചു പറയാം, 2600 പല വർഷങ്ങൾ നടത്തിയിട്ടുണ്ട്. പരിശോധന ഒരു കുറവില്ല, ഇഷ്ടംപോലെ വർഷം. അത് കേരളത്തിലും തെലങ്കാനയിലും മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ മീറ്റിംഗ് നടത്തി. മീറ്റിങ്ങിന് കുറവില്ല, പരിശോധന കുറവില്ല. പക്ഷേ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടാതെ ഈ മണ്ഡലം പുറത്തു വരുത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു ദൈവപുത്രൻ തെളിയിക്കണം. നിങ്ങൾ പബ്ലിക്കിൽ പ്രൂഫ് ചെയ്യണം യേശു ദൈവപുത്രൻ. അത് സംഭവിക്കണം, എങ്കിലേ പുറത്തു വരുത്തുള്ളൂ ജനം. നമ്മുടെ പ്രസംഗങ്ങൾ അതായിരിക്കണം. വളരെ തിയോളജിയിൽ 7 പോയിന്റിൽ ഇനി 5 പോയിന്റ് പ്രസംഗിച്ചുണ്ടെങ്കിൽ യേശു ആരാണ് പ്രൂഫ് ചെയ്തിരിക്കണം. നിർത്തുക, 2 മിനിറ്റ്. യേശു ആരാണ് പ്രൂഫ് ചെയ്യാൻ പോവാ? കണ്ണടച്ചോ. സ്തോത്രം. ഞാൻ പറയുന്ന വാക്കേറ്റ് വരണം. ഒറ്റ വ്യക്തിയോട് പറയാതിരിക്കും, കുഞ്ഞുങ്ങളോട് പറയാം. യേശുവേ, ഞങ്ങൾ യേശുവിന്റെ വകയാണ്, ഞങ്ങൾ യേശുവിന്റെ മന്ദിരമാണ്. ഞങ്ങളുടെ മേൽ മുഴുവൻ അധികാരവും അവകാശവും കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം. ആമേൻ. നിങ്ങളുടെ നെഞ്ചത്തോട് കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവാ. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായവനാ, സകലത്തിന്റെ ഉടയവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ഈ വ്യക്തികളിൽ വ്യാപരിക്കട്ടെ, ഈ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. അവരെ കെട്ടപ്പെട്ടിരുന്ന കണ്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി അഴിഞ്ഞു മാറുന്നു. ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുവന്നു. ഷോക്കടിക്കുന്ന പോലെ ദൈവ സാന്നിധ്യം ഓരോ വ്യക്തികളിൽ വ്യാപരിക്കട്ടെ. മരുന്ന് കഴിച്ചു ഡോക്ടർമാർ മാറി. ഓ യെസ് 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 യെസ്. റെഡ് ഷോൾ. ദൈവത്തിന്റെ ആത്മാവ് പറയുക,
ഇനിയും പോയിട്ടൊന്നും വഴിയില്ല. പലരെ കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യമാക്കുക. ഇന്ന് നിന്റെ ശരീരത്തിൽ ദൈവസ്ഥാനത്തെ വ്യാപരിക്കുക. നിന്റെ തലച്ചോറിനകത്ത് ദൈവസ്ഥാനത്തെ വ്യാപരിച്ചിറങ്ങുക. യേശുവിന്റെ രക്തം വ്യാപരിച്ചിറങ്ങുന്നു. പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. In the name of Jesus. കർത്താവേ, ജനത്തിന്റെ ദൈവസ്ഥാനത്തെ വ്യാപരിക്കട്ടെ. രോഗബന്ധങ്ങൾ അഴിയട്ടെ. ഐശ്വര്യങ്ങൾ അഴിഞ്ഞു പോകട്ടെ. കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. എന്ന് മടങ്ങി ചെല്ലുമ്പോൾ ഭവനത്തിനകത്ത് വലിയൊരു സമാധാനം, കുഞ്ഞുങ്ങളിൽ വലിയൊരു മാറ്റം, കുടുംബത്തിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാകുന്നതിനായി സ്തോത്രം. അവിടുത്തെ കരം തൊട്ട് വിടുവിച്ചതിനായി സ്തോത്രം. സൗഖ്യമാക്കിയതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വിടുതൽ പ്രാപിച്ച സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എനിക്ക് ഇത്രയും സമയം തന്ന ദൈവദാസന്, സഭയ്ക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ കർത്താവരായി നമുക്ക് ഒരുങ്ങാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു അവൻ ദൈവപുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. സകല നാമത്തിന് മേലായ നാമമുള്ള കർത്താവാണ്. നമുക്കൊരു നിമിഷം ദിവസത്തിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു ഗാനത്തിന് ചില വരികൾ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ചനാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ചനാമം. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. ആമേൻ. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഗുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും വീടുകാരും നൽകും നാമം. ഗുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും വീടുകാരും നൽകും നാമം. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. യേശുനാമം അതിശയനാമം,